എക്സൽ വർക്ക്ഷീറ്റുകളിൽ ഒരു പർട്ടിക്കുലർ കളർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ അഥവാ ഒരു പർട്ടിക്കുലർ സെൽ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനുള്ള അഥവാ ടോട്ടൽ കണ്ടെത്താനുള്ള 3 മെത്തേഡ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു സാമ്പിൾ ഗ്രോസറി ബില്ലാണ് കാണുന്നത്. ഈ ബില്ലിലെ 4ാമത്തെ കോളത്തിൽ ചില സെല്ലുകൾ യെല്ലോ കളറിലും മറ്റ് ചിലത് ബ്ലൂ കളറിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനുള്ള 3 മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അതിലാദ്യത്തെ മെത്തേഡ് എക്സലിലെ ഫൈൻഡ് ടൂൾ ഉപയോഗിച്ചുള്ളതാണ്. ഇവിടെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ആദ്യം എക്സലിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ വരിക, റൈറ്റ് ക്ലിക്ക്. ഇവിടെ സം എന്ന ഓപ്ഷന് നേരെ ടിക്ക് മാർക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സം എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം എക്സലിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ കിട്ടാനായിട്ടാണ് ഈ പറഞ്ഞ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഹോം ടാബിൽ ഫൈൻഡ് ആൻഡ് സെലക്ട്, ഫൈൻഡ് നോക്കുക. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ ഫോമാറ്റ് എന്ന ബട്ടണിന് റൈറ്റ് സൈഡിലുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, ചൂസ് ഫോമാറ്റ് ഫ്രം സെൽ. നമുക്ക് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സമ്മാണ് വേണ്ടത്. യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൻ്റെ ഫോമാറ്റിംഗ് ഇങ്ങോട്ടേ കോപ്പി ചെയ്യപ്പെട്ടു. ഫൈൻഡ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഈ വർക്ക്ഷീറ്റിലെ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ ലിസ്റ്റിലുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യാനായിട്ട് ഈ ഡയലോഗ് ബോക്സിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എ എന്ന കീ പ്രസ് ചെയ്യുക, അതായത് കൺട്രോൾ എ. നോക്കുക, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടു. അതോടൊപ്പം സെലക്ട് ചെയ്യപ്പെട്ട സെല്ലുകളുടെ വാല്യൂസിൻ്റെ സം എക്സലിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ കാണാം, 1125. ഇനി ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ഈ ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുന്നു, കൺട്രോൾ എഫ്. നോക്കുക, വീണ്ടും ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ഫോമാറ്റിംഗ് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിയർ ഫൈൻഡ് ഫോമാറ്റ്. വീണ്ടും ചൂസ് ഫോമാറ്റ് ഫ്രം സെൽ. ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. നോക്കുക, സെലക്ട് ചെയ്ത സെല്ലിൻ്റെ ഫോമാറ്റിംഗ് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. ഫൈൻഡ് ഓൾ. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ ലിസ്റ്റിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു. നോക്കുക, സെല്ലുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം ഇവിടെ കാണാം, 1670. രണ്ടാമത്തെ മെത്തേഡ് സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ളതാണ്. തൊട്ടു മുമ്പ് കണ്ട അതേ ഡേറ്റ തന്നെയാണ് ഈ കാണുന്നത്. ഇനി ഈ കോളത്തിൽ ഒരു പർട്ടിക്കുലർ കളർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ആദ്യം ഈ കോളത്തിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും സം കണ്ടെത്തുന്നു. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ സബ് ടോട്ടൽ. നമുക്ക് വേണ്ടത് സം ആണ്. സമ്മിന് വേണ്ടി 9ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, കോമ. വാല്യൂസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, ഈ കോളത്തിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും സം ഇങ്ങോട്ടേക്ക് നമുക്ക് കിട്ടി. ഇനി യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളുടെ സം കണ്ടെത്താനായിട്ട് ഈ ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവുക, ഫിൽറ്റർ. നോക്കുക, എല്ലാ കോളത്തിനും ഫിൽറ്റർ ഹെഡ് വന്നാൽ കാണാം. 4ാമത്തെ കോളത്തിൻ്റെ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക, ഫിൽറ്റർ ബൈ കളർ, യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഇവിടെ ഇപ്പോൾ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകൾ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്. ആ സെല്ലുകളുള്ള വാല്യൂസിൻ്റെ സം ഇവിടെ കാണാം, 1125. ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളുടെ സമ്മാണ് വേണ്ടെങ്കിൽ വീണ്ടും ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫിൽറ്റർ ബൈ കളർ, ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. നോക്കുക, 1670. ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഫിൽറ്റർ. മൂന്നാമത്തെ മെത്തേഡ് എക്സലിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉപയോഗിച്ചുള്ളതാണ്. ഒരു VBA കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളുടെ വാല്യൂസിൻ്റെ സം നമ്മൾ കണ്ടെത്തുക. പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബിൽ പോവുക, വിഷ്വൽ ബേസിക്.
എക്സലിൻ്റെ VB എഡിറ്റർ ഓപ്പൺ ചെയ്യപ്പെട്ടു. ഇവിടെ ലെഫ്റ്റ് സൈഡ് ബാറിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് മോഡ്യൂൾ നോക്കുക, പുതിയൊരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ കാണുന്ന കോഡ് VB എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യാം. ഈ കോഡ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക്, കോപ്പി, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനുള്ള ഫംഗ്ഷനാണ് ഈ കാണുന്നത്. ഫംഗ്ഷൻ്റെ പേര് സം ബൈ കളർ. VB എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു. നമുക്കാദ്യം യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സമ്മാണ് വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിൽ യെല്ലോ കളർ അപ്ലൈ ചെയ്യുക. ഇനി മറ്റൊരു സെല്ലിൽ ഈക്വൽ സം ബൈ കളർ. നോക്കുക, നമ്മൾ VBA കോഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനാണ് ഈ കാണുന്നത്, സം ബൈ കളർ. വാല്യൂസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. ഇനി ഏത് കളറുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സമ്മാണോ വേണ്ടത് ആ കളറുള്ള ഒരു സെല്ല് സെലക്ട് ചെയ്യുക. യെല്ലോ കളറുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം നമുക്കിവിടെ കിട്ടി, 1125. ഇനി ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ബ്ലൂ കളർ അപ്ലൈ ചെയ്യുന്നു, ഈക്വൽ സം ബൈ കളർ. വാല്യൂസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. 1670. ഒരു തവണ കൂടി ഇവിടെ ഗോൾഡൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ഈക്വൽ സം ബൈ കളർ. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ. ഗോൾഡൻ കളറുള്ള ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ശ്രദ്ധിക്കേണ്ട കാര്യം, VBA കോഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം വർക്ക് ബുക്കിനെ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കായിട്ട് വേണം സേവ് ചെയ്യാൻ. മാക്രോ എനേബിൾഡ് ഫോമാറ്റിന് മാത്രമേ VBA കോഡ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഫയൽ ടാബിൽ പോവുക, സേവ് ആസ്. ഇവിടെ നിന്ന് എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, അതായത് XLSM ഫോമാറ്റ്. സേവ്. ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളുടെ കൗണ്ട് കണ്ടെത്താനായിട്ടും ഇതേ മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.